ഹലോ, നമ്മളിന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് കോമ്പസ് റോസിനെ കുറിച്ചാണ്. ലൈക്ക് കോമ്പസ് റോസിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. നോർമലി നമുക്കറിയാം, ഇൻ ദ ക്വാഡ്രൻറ്റ് വി യൂസ് ടു ഫൈൻഡ് ലൈക്ക് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ ഫൈൻഡ് എന്താ പറയുക, ഇത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ആൻഡ് സൗത്ത് വെസ്റ്റ്. ദിസ് വൺ ഈസ് നോർത്ത് വെസ്റ്റ്. ഓൾസോ ഇത് എത്ര ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ലൈക്ക് ഇത് 45 വരും, ഇത് 90+45 വരും, ഇതാണെങ്കിൽ 180+45 വരും, ദെൻ ഇത് 270+45 വരും. ബട്ട് ഇൻ ബിറ്റ്വീൻ ഇതുപോലെ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ വിൻ ട്രയാങ്കിളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. സപ്പോസ് എന്താ പറയുക, നോർത്ത് ഈസ്റ്റൊക്കെ നോർത്ത് ഈസ്റ്റ് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ബൈ ഈസ്റ്റ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഡൗട്ട്സ് വരും. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള എളുപ്പ വഴിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ കാണിക്കാം. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എഴുതുക, നോർത്ത് എഴുതുക, ദെൻ അതിൻ്റെ താഴെയായിട്ട് നോർത്ത് ഈസ്റ്റ് എന്ന് എഴുതുക, അതിൻ്റെ താഴെ ഈസ്റ്റ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ഹിയർ ടു ഹിയർ നോർത്ത് ബൈ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ 1 എന്ന പേര് കൊടുത്തു. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ഹിയർ നോർത്ത് ബൈ ഈസ്റ്റ്, ഓർ എൽസ് നമുക്ക് നോർത്ത് ബൈ ഈസ്റ്റ് ഇങ്ങനെ എഴുതാം. സോ നോർമലി ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഏതർ നോർത്ത് ബൈ ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഇൻറ്റു ഈസ്റ്റ്, രണ്ടാണെങ്കിലും സെയിം മീനിങ് ആണ്. സോ ഇങ്ങനെ ദെൻ ഫ്രം ഹിയർ ടു ഹിയർ, ഇതിന് രണ്ടാമത്തെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഫ്രം ഹിയർ ടു ഹിയർ, ആ ഒരു സൈക്കിളും കൂടെ നമ്മൾ എപ്പോഴും ഓർത്തിരുന്നാൽ മതി. ഇത് 3. സോ വിൽ റൈറ്റ് നോർത്ത് east by north, or we can write north east by north. Okay, so north east by north. Then fourth one is ഇത് തന്നെയാണ് ഇവിടെ സെൻറ്ററിൽ കാണുന്നത്. So we can write north east. Then fifth one is from here to here, north east by east, north east by east, or else north to east by east. Same one, I mean not same, north by east, north east by east അല്ലെങ്കിൽ north east by north എന്നുള്ളൊരു ഇതിൽ വരുന്നതാണ്. Then from here to here it's 6th one എന്ന് പറയുമ്പോൾ ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ആണ്, ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്. Then 7th one, east by north or east by north. Finally the 8th one, okay, 8th one east. അപ്പോൾ ടോട്ടലി നമുക്ക് 8 പോയിൻറ്റ്സാണ് ഒരു ക്വാർട്ടറിൽ വരുന്നത്. അത് 8 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോർത്ത് ബൈ ഈസ്റ്റ്, അതായത് നോർത്ത് ബൈ ഈസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ നോർത്ത് ഈസ്റ്റ്, അതായത് നോർത്ത് ഈസ്റ്റ് അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ മീൻസ് നോർത്ത് ഈസ്റ്റ് ബൈ നോർത്ത്. ഓക്കെ, അത് എഴുതിയേക്കുന്നു. ഫോർത്ത് വൺ ഈസ് നോർത്ത് ഈസ്റ്റ്. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ബൈ ഈസ്റ്റ്, അത് എഴുതിയേക്കുന്നു. പിന്നെ സിക്സ്ത് വൺ ഈസ് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ്. Then 7th one east by north, it's by north. Okay, then 8th one is east. So ഇതാണൊരു ഹോൾ ഫിഗർ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ക്വാഡ്രൻറ്റിനെ 4 ക്വാഡ്രൻറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിനെയാണ് ഇപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. സെയിം ഇനി റിമൈനിങ് ക്വാഡ്രൻറ്റ്സ് നമുക്ക് ഏതൊക്കെ വരുന്നത്, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. സോ നോർത്ത് ഈസ്റ്റിലെയും അതിൻ്റെ സൗത്ത് വെസ്റ്റിലെയും നമ്മൾ സെയിം ഇതുപോലെ തന്നെ എടുക്കുക.
ഓക്കെ. ബട്ട് സൗത്ത് ഈസ്റ്റ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു റിവേഴ്സ് ആയിട്ട് എടുക്കുക, ലൈക്ക് ഹൗ ഇറ്റ് മീൻസ്, കാരണം ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. സോ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത്, ഇങ്ങനെ 1 2 3 4 5 6 7 8. ഓക്കെ. ദെൻ ഇത് അക്കോർഡിംഗ്ലി നമ്മൾ എഴുതുക 1 2 3 4 ശരിയായിട്ട്. ഈ നമ്പർ കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് 3 എടുക്കണം, ഐ മീൻ നോർത്ത് ഈസ്റ്റ് ബൈ ഈസ്റ്റ് പറഞ്ഞു. സോ നമ്മൾ അത് വരച്ചിട്ട് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ബൈ ഈസ്റ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th വണ്ണാണ് നോർത്ത് ഈസ്റ്റ് ബൈ ഈസ്റ്റ്. സോ വാട്ട് വി വിൽ ഡു, 5 into 11.25 you will get 56.25. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റൈറ്റ് ദ 56.25, കാരണം അവിടെ പ്രത്യേകിച്ച് ആഡ് ഓൺ വരുന്നില്ല. ബട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ലൈക്ക് ഇറ്റ് ഇൻ സൗത്ത് ഈസ്റ്റ്, ദെൻ വിൽ ആഡ് 56.25 plus 90. Then how it will come? Then it will come like 146.25 degree. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ഇവിടുത്തെ കേസ് പറഞ്ഞത് നോർത്ത് ഈസ്റ്റിലെ ആയതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് ടേക്ക് ഡയറക്ട്ലി ലൈക്ക് 56.25. ബട്ട് ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ഹിയർ ലൈക്ക് സൗത്ത് ഈസ്റ്റ് ബൈ സൗത്ത് എന്ന് വരുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, സോ ഈ കിട്ടുന്ന 56.25 എന്നുള്ളത് വാല്യൂ നമ്മൾ ഈ 90ൻ്റെ കൂടെ ആഡ് ചെയ്ത 90 അതിൻ്റെ കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ആവശ്യമുള്ള ഇവിടുത്തെ ഡിഗ്രി കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അക്കോർഡിംഗ്ലി നമ്മൾ ഏത് ക്വാഡ്രൻ്റാണോ അതനുസരിച്ച് 90 ആഡ് ചെയ്യുക. ഇഫ് യു ആർ ഫൈൻഡിങ് ഇൻ സൗത്ത് വെസ്റ്റ്, ദെൻ 190 ആഡ് ചെയ്യുക. അല്ല, നമ്മൾ നോർത്ത് വെസ്റ്റിലാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 270 ആഡ് ചെയ്യുക. 270 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 360 എന്ന് കുറയ്ക്കുക. അക്കോർഡിംഗ്ലി ജസ്റ്റ് ഡു. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. ഇത് സൗത്ത് ഈസ്റ്റിലെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ ഫ്രം ഹിയർ നമ്മൾ തുടങ്ങുന്നത്. ഫ്രം ഹിയർ ടു ഹിയർ വി ആർ ഗോയിങ്. ഇവിടെ ഫ്രം ഹിയർ ടു ഹിയർ, ദെൻ ഫ്രം ഹിയർ ടു ഹിയർ. സോ സൗത്ത് വെസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ, ദെൻ നോർത്ത് വെസ്റ്റിലാണെങ്കിൽ വെസ്റ്റ് ടു നോർത്താണ്. സോ വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ. ഓക്കെ, അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And also you can ask any doubts in the comment.